ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിതാ ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. വണ്ടിയിൽ സാധനം കൊള്ളുന്നില്ല, അങ്ങനെ കുടുങ്ങിയിട്ടുള്ള കേട്ടോ. എത്രയോ സാധനങ്ങൾ, അവസ്ഥ എനിക്ക് കാണിച്ചു തരാം. ഇവിടെ ഒലിക്ക് ഇരിക്കേണ്ടതാണ്, ഇപ്പോൾ ഇവിടെ ഒന്നും വെച്ചില്ല. ബേക്കിലൊക്കെ ഫുള്ളാണ്, ഫ്രണ്ടിലും ഫുള്ളാണ്. എന്നിട്ട് 2-3 കവർ ബാക്കിയാണ്. ഇതെല്ലാം എവിടെ വെക്കുമെന്ന് ഒന്നുകൂടി വന്ന് എടുക്കേണ്ടി വരുമല്ലോ. ഇവിടെ ഇത്രയും സാധനങ്ങൾ നമ്മുടെ എറണാകുളത്ത് നിന്ന് വന്നായോണ്ട ഇത്രയും സാധനം. ട്രോളിങ് എടുത്ത ആളാണോ? അതെന്നാ അതിന് സ്ഥലമില്ല. ട്രോളി എടുക്കണോ? ട്രോളി എടുക്കണേ വെക്കാം. ഇല്ല, ഇനിയൊന്നും വെക്കുക, ഇതിൽ സ്ഥലമില്ല. എങ്ങനെയോ എന്തല്ലോ കൊള്ളിച്ചിക്ക് കുറേ സാധനം ബാക്കിയാ. ഈ ട്രോളി ഒന്നും ഇപ്പം കൊണ്ടുപോകാനാവല്ല. അതിൽ ഇനിയും വന്ന് എടുക്കേണ്ടി വരും. ഇവിടെ എന്താ ഈ കിടക്ക ഇതൊക്കെ ഇവിടെ വെക്കുന്ന അടുത്ത എഴുത്തിനെടുക്കുക. ഇതിവിടെ ഉണ്ട് 2 കവറ്. ഇതൊന്നും കൊണ്ടുപോകാനാവില്ല ഇപ്പോൾ. ഇത്രയും സാധനം ഇവിടെ വെച്ചിട്ട് പോവാം. എന്നാ ഓക്കെ. ഓ പിന്നോ പോകാം നമ്മള്. എത്ര കാലത്തിന് ശേഷം കണ്ണെഴുതിയല്ലേ? എന്നാ ഓനെടുത്തോ, ഓൻ ചരിഞ്ഞ് ചോദിക്കാതാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഇന്നലെ വാങ്ങിയ ഡ്രസ്സ് കേട്ടോ. ഇതാണ് അവിടെ ഇന്നലെ വാങ്ങിയ ഡ്രസ്സ്. എങ്ങനെയുണ്ട് അഭിപ്രായം പറയണേ? എന്താ ഒരു 5-10 കടയക്കാരി ഇറങ്ങി വാങ്ങിയതാ. എന്താ ഓക്കെ എന്നാ വാ. ഇനി ഇവിടെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ വെച്ചിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്നുണ്ട്. ഓ ഇൻഷാ അല്ലാ എന്തായാലും വരുന്നുണ്ട്. വാവ ഒന്ന് സെറ്റായിട്ടേ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഓ ഇൻഷാ അല്ലാ. അതെ, ഇതേ പിന്നെ 40 ദിവസം അതിന് വിചാരിച്ച. അപ്പം പിന്നെ നോമ്പ് അടുത്ത് പോവുമല്ലോ, കുറേ അവിടെ ക്ലീനിങ്ങിനുണ്ട്. ഞങ്ങൾ കുറേ ആയല്ലോ ഇപ്പം നാട്ടിൽ നിന്ന് പോന്നിട്ട്. അതുകൊണ്ട് പിന്നെ ഇൻഷാ അല്ലാ എന്തായാലും മോനെ കാണാനുണ്ട്, ഞങ്ങൾ വരും. ഓ ഓ ഓ വലൈക്കും സ്ലാം. കുറച്ചുകൂടി വലിയ വണ്ടി എടുക്കണം നമുക്ക് ഇൻഷാ അല്ലാ. അവിടെ ഉള്ള അവരല്ലേ ഇത് മുകളിൽ വെച്ച് കെട്ട. ഇതിൻ്റെ ഉള്ളിൽ നോക്കി നോക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ. കംപ്ലീറ്റ് സാധനങ്ങളാണ്, കംപ്ലീറ്റ്. ശ്വാസം കഴിക്കാനുള്ള സ്ഥലം മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. വെള്ളം വേണോ? അതും കൂടി വെക്കാനുള്ള ഗ്യാപ്പ് ഇതിലില്ല. ഇതൊരു ബോട്ടിലുണ്ട്. അപ്പണൊക്കെ അങ്ങ് എത്തും. സൺഡേ അല്ലേ? എന്നിട്ട് ഫോണ് ഞാൻ വാങ്ങാൻ വന്നാൽ മതിയില്ലേ? അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയിട്ടാ. ഞങ്ങളിതാ കോഴിക്കോട് എത്തി. പക്ഷെ നമ്മൾ വീട്ടിൽ പോകുന്നതിന് മുമ്പിട്ട് ഇവിടെ മക്കാമ പോവാ അല്ലേ മിന്നോ? CM മക്കാമിലേക്ക് പോവാ. മിന്നോ ഇങ്ങടെ ഇങ്ങനെ തലയിങ്ങോട്ടാക്കിയ എത്ര കാലത്തിന് ശേഷം ഒരേ പോന്നേ? 1 കൊല്ലത്തിന് ശേഷം അല്ലേ? എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാ. ഗൾഫിൽ നിന്ന് വരുമ്പോഴുണ്ട്, കുറേ പെട്ടികളൊക്കെ ഉണ്ടല്ലോ എന്തായാലും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ മക്കാമ പോയിട്ടായിരുന്നു യാത്ര പോയത്. എറണാകുളത്തേക്കും പ്രസവത്തിൻ്റെ ഒക്കെ ഡെലിവറിൻ്റെ ഒക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ പോയിട്ട്
ദുആ ചെയ്തിട്ട് അല്ലേ നേരെ വീട്ടിലേക്ക് പോവാണ്. ഏത് വീട്ടിലൊക്കെ ആയിരിക്കും പോകുന്നത്? നിങ്ങൾക്ക് ഗസ് ഉണ്ടോ? ഇന്ന് പിടിപ്പത് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം എല്ലാം ഇറക്കി വെക്കുമ്പോൾ തന്നെ നേരം വെളുക്കുമായിരിക്കും അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കാൻ എടുത്തതിൽ നിർത്തിനു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് കപ്പിൾസിനെ കണ്ട് അല്ലേ, സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള 2 കപ്പിൾസിനെ കണ്ട്. ഒരുപാട് സന്തോഷം. സിഎം വലിയുല്ലാഹി മക്കാം ഷെരീഫ്. വാവ എണീച്ചിട്ടോ. കറക്റ്റ് മക്കാമിലെത്തിയാലും വാവ എണീച്ച്. അപ്പോൾ നമ്മൾ മക്കാമിലെത്തി. നാളെ മക്കാം പോയി ദുആക്കെ ചെയ്തിട്ട് വരാട്ടോ. അപ്പോൾ നമ്മൾ സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. ഇവിടുന്ന് കുറേ ആളെ കണ്ടീന്. നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നല്ല. അപ്പോൾ ആരൊക്കെയോ ഞങ്ങൾ യൂട്യൂബർ ഹംസ വലിയ ചാടക്കാരെന്നൊന്നും വിചാരിക്കാറട്ടോ. നമ്മൾ അവിടെ നിന്ന് നേരിട്ട് വരുന്ന വീട്ടിലൊന്നും പോകാണ്ട്. അപ്പോൾ ആരോടും അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല. കുഞ്ഞിനെ എല്ലാവരും നോക്കുകയാക്കുകയും ചെയ്തിനു. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും കാണാൻ പറ്റിക്കോന്നൊന്നും അറിയയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. ചായയും കുടിച്ചില്ല, അവന് മര്യാദയ്ക്ക് പാലും കൊടുത്തില്ല. ആ ഒരു കാര്യമെല്ലാം കൊണ്ടാണ്, അല്ലാണ്ട് ജാടയായിട്ട് ഒന്നും അല്ല കേട്ടോ. നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നാലും നമ്മളെല്ലാവരും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ബേങ്ങി പോകുന്നത്. അല്ല, പറ്റുന്നവരോടെല്ലാം നമ്മൾ വർത്താനം പറയുകയൊക്കെ ചെയ്ത് കിട്ടും. ആരോടും മിണ്ടാണ്ട് പോകുന്നതെന്നല്ല, പക്ഷെ എനിക്കൊരു കുറച്ചുകൂടി വർത്താനം പറയണതിനോന്നൊരു ഫീല്. അതുകൊണ്ട് ആരോടും മിണ്ടാണ്ടെന്നോന്നല്ല, എല്ലാവരോടും നല്ല ഇതിൽ വർത്താനം പറയും എല്ലാം ചെയ്തിട്ടെങ്കിലും ആർക്കെങ്കിലും ചെറിയ ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിതാ എത്തിയിരിക്കുകയാണ്. അതെ, നമ്മൾ മിന്നുവിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ എത്തിയത്. മിന്നോ, എത്ര കാലത്തിന് ശേഷമാണ് ഇനി ഇവിടെ എത്തിയേ? 1 കൊല്ലം? എനിക്കെന്ത് തോന്നിപ്പോ? എക്സൈറ്റ്മെന്റ് ഉണ്ടാ? പൊര എങ്ങനെയായിരിക്കും എന്നല്ല ഓർമ്മ ഉണ്ടാ? അടക്ക്, ഞാൻ ഇതാക്കി കുഞ്ഞിനെ അടുക്കണ്ട. അല്ല എണീച്ചോളൂ. വണ്ടിയെല്ലാം ഫുള്ള് ഒഴിക്കണം. ഇറങ്ങുക. അപ്പോൾ സാധനമെല്ലാം ഇറക്കി വെച്ചിട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഇന്ന് വേർതിരിച്ചിട്ട് കുറച്ച് പുല്ലാളൂർ കൊണ്ടുപോകണം. ബാക്കി ഇവിടെ തന്നെ വെക്കണം. ഇന്ന് വരുന്നേരം കൊണ്ടുപോകാമല്ലോ. ആടുകളും കോഴിയും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ ഇവിടെ. എപ്പോൾ അതിൻ്റെ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വാവ കുറച്ച് വലുതായ അവന് നല്ല രസമായിരിക്കും. ഇതിലൂടെയൊക്കെ കളിക്കാനൊക്കെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ഉമ്മ ഞങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ. ഉപ്പ ഒറ്റക്കേന് ഇവിടെ കുറേ ദിവസമായിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം വന്ന് ഒരാളെ വിളിച്ച് ക്ലീനിങ് ഒക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇനി അങ്ങ് പോയിട്ട് അങ്ങും കുറേ ക്ലീൻ ചെയ്യാനെല്ലാം ഉണ്ട്. ഏതെങ്കിലും ചേച്ചിമാരായിട്ടും വിളിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഒന്ന് വടകര വരെ പോകാനുണ്ട്. എല്ലാവരും പുരയിൽ സെറ്റായിട്ടോ. വീട്ടിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. വടകര എൻ്റെ കൂടി പഠിച്ചൊരു ചെറിയവൻ്റെ കല്യാണമുണ്ട്, അതിന് പോവുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കാം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എൻ്റെ കൂടി പഠിച്ച കുട്ടികളെല്ലാം ഇപ്പം കെട്ടുന്നേ ഉള്ളൂ. എടുത്തു പറയാന്ന് വെച്ചാൽ എനിക്ക് ചില്ലറ വയസ്സേ ഉള്ളൂ എന്ന് ഒന്നുകൂടി നിങ്ങൾ വിചാരിച്ചോട്ടെ. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ മറ്റേ സ്ഥലം എവിടെയും പഠിച്ചവനെ വില്യാപ്പള്ളിയെല്ലാം കഴിഞ്ഞിട്ടാ. ഓർക്കാട്ടേരി അല്ല എവിടെയെനിക്കൊരുപ്പിൻ്റെ സ്ഥലം ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും അവിടെ പോയിട്ട് അവൻ്റെ കല്യാണത്തിനെല്ലാം കൂടി സെറ്റായിട്ട് വരാം. ഓക്കെ, ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി കാണാം. ഓക്കെ, കുഞ്ഞിൻ്റെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളായിട്ട് തുടർന്ന് കാണാം. ഇപ്പോൾ വിസിറ്റേഴ്സിൻ്റെ ഒരു ബഹളമാണ് കേട്ടോ. ഇവിടെ കുറേ ആളൊക്കെ കുടുംബക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ കുഞ്ഞിനെ കാണുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാം. അതിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ മിന്നുവിനോട് യാത്ര പറയാനൊന്നും നേരെയില്ല. ഞാൻ ഓക്കെ മിന്നു ഞാൻ പോയിക്കേ ബായ് എന്ന് പറഞ്ഞാൽ ഉറക്കെ അട്ടാച്ചിരിക്കും പോരുന്നേട്ടാ. എന്നാൽ ശരി കേട്ടാ.